50 നോമ്പ് 50-ാം തിരുനാളിന് 6-ാം വാര വചന ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക. ഇസ്രായേൽ ജനതയുടെ വിശ്വാസ ജീവിതം നങ്കൂരമുറപ്പിച്ചിരുന്നത് മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. പുതിയ നിയമ ജനതയായ ക്രിസ്തു ശിഷ്യരുടെ ജീവിതം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണമെന്ന് പ്രവാചകന്മാരും ക്രിസ്തു തന്നെയും പഠിപ്പിക്കുകയുണ്ടായി. യോയേൽ 2:28. ആ നാളുകളിൽ എൻ്റെ ആത്മാവിന് എല്ലാവരുടെയും മേൽ ഞാൻ വർഷിക്കും. സ്നാപക യോഹന്നാൻ ഉദ്ഘോഷിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്ഥാനപ്പെടുത്തും. യേശു അരുളി ചെയ്തു, എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് സ്വർഗാരോഹണ നാളിൽ യേശു കൽപ്പിക്കുക പോലും ചെയ്തു. ലൂക്കാ 24:49. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കിട്ടുക എന്ന ശിഷ്യന്മാരുടെ സ്വപ്നം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള സ്വപ്നമാക്കി മാറ്റണം എന്ന് പോലും ഈശോ പഠിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1:6-8. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ ചോദിച്ചു, കർത്താവേ, ഇപ്പോൾ തന്നെയാണ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത്. ഈശോ പറഞ്ഞു, അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും സമരിയയിലും യൂദയ മുഴുവനും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെന്ന ഈശോയുടെ കൽപ്പന മാതാവും ആദിശിഷ്യന്മാരും അക്ഷരം പ്രതിപാലിച്ചുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 1:14 നമ്മൾ വായിക്കുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതിൻ്റെ ഫലമാണ് അപ്പോസ്തലപ്രവൃത്തി 2 വിവരിക്കുന്ന അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത്. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് തിരുനാളിനുള്ള ഒരുക്ക ദിനങ്ങൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി തീവ്രമായി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മിലും ദൈവം ഒരു പെന്തക്കോസ്ത് അഭിഷേകം അയക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.